Hello my dears, welcome to ACS online class. അപ്പോൾ നമ്മൾ തേർഡ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രാക്ടീസ് ബുക്ക് പഠിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം കേട്ടോ. ഫോർത്ത് ചാപ്റ്റർ പഠിക്കാം. എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. ഫസ്റ്റ് ചാപ്റ്റർ ദ ഫിഷ് ടെയിൽ. ഓക്കെ, പേജ് നമ്പർ 3. ഇതിലെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. 1 2 3 4 5 കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫിഷിന്റെ ഒക്കെ പോലെ ടെയിലൊക്കെ ഉള്ള വാലൊക്കെ ഉള്ള കുറച്ച് ഫിഗേഴ്സ് ആണ് അല്ലേ. ചോദിച്ചിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫിഷ് ആർ ദെയർ? എത്ര ഫിഷസ് ഉണ്ട് അവിടെ? എത്ര ഫിഷസ് ഉണ്ട്? 1 2 3 4 5. ആ ബോക്സിൽ എഴുതിക്കേ 5. ഇനി ഐഡന്റിഫൈ ദി ഷേപ്സ് യൂസ്ഡ് ടു ഡ്രോ ദം. ഈ ഫിഷസ് എല്ലാം ഏതൊക്കെ ഷേപ്സ് ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്? ഫസ്റ്റ് നോക്കിക്കേ, നോക്കിക്കേ, റെക്ടാംഗിൾ ബോക്സ് ഉണ്ട്, കണ്ണിന്റെ അവിടെ ഒരു സർക്കിൾ ഉണ്ട്, വാലിന്റെ അവിടെയൊക്കെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. പിന്നെ സെക്കൻഡ് ബി നോക്കിക്കേ, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. സി നോക്കിയാൽ ട്രയാങ്കിൾസ് ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഡി നോക്കിയാൽ സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. ഇ നോക്കിയാൽ സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ബോക്സ് ഷേപ്പ് ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ. സർക്കിൾ നമുക്കറിയാം റൗണ്ട് ആണ്. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എത്താണ്? 3 സൈഡ്സ് ഉള്ള ഫിഗർ ആണ് അല്ലേ. അപ്പൊ ഏതൊക്കെ ഷേപ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ബോക്സിൽ എഴുതിക്കേ? റെക്ടാംഗിൾ, സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ. ഓക്കെ, കൗണ്ട് ദി ഷേപ്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നമ്പർ ഓഫ് റെക്ടാംഗിൾസ്, സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾസ്. ഓരോ ഫിഷസിലും എത്രയൊക്കെ റെക്ടാംഗിൾസ്, എത്രയൊക്കെ സ്ക്വയർസ്, എത്രയൊക്കെ ട്രയാങ്കിൾസ്, എത്രയൊക്കെ സർക്കിൾസ് വെച്ചിട്ടാണ് ഓരോ ഫിഷിന്റെ പടം വരച്ചിരിക്കുന്നത്. ഫിഷ് എ, ഫിഷ് എയിൽ എത്ര റെക്ടാംഗിൾ ഉണ്ട്? 1. അപ്പൊ അവിടെ എഴുതിക്കേ 1. ഇനി എത്ര സ്ക്വയർസ് ഉണ്ട്? സ്ക്വയർ വല്ലതും ഉണ്ടോ? ഇല്ല, അപ്പൊ 0 എന്ന് എഴുതുക. ഇനി എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 അല്ലെ. 5 ട്രയാങ്കിൾസ് ഉണ്ട്, മുകളിൽ 3, സൈഡില് 2. ഇനി എത്ര സർക്കിൾസ് ഉണ്ട്? കണ്ണിന്റെ അവിടെ ഉണ്ട് അല്ലെ. ഒരു വട്ടവും പിന്നെ ഒരു വട്ടം മാത്രം അല്ലെ. മറ്റേത് ഒരു സർക്കിൾ ആണെന്ന് പറയാൻ പറ്റൂ. വേണമെങ്കിൽ ഒരു സർക്കിൾ ആണെന്ന് കൂട്ടാം. ആ കണ്ണിന്റെ കുത്തിന്റെ അവിടെ ഒരു സർക്കിൾ ആണ്, ഒരു റൗണ്ട് ഷേപ്പിലല്ലേ. അപ്പൊ 2 സർക്കിൾസ് ആണ് അല്ലേ. അപ്പൊ അവിടെ എഴുതിക്കേ സർക്കിൾസ് 2. ഇനി ഫിഷ് ബിയോ, ഫിഷ് ബിയിൽ എത്ര റെക്ടാംഗിൾസ് ഉണ്ട്? ഇല്ല, 0. ഇനി എത്ര സ്ക്വയർസ് ഉണ്ട്? അതുമില്ല, 0. ഇനി എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? വാലായിട്ട് 1 2 3 4 ട്രയാങ്കിൾസ്. ഇനി എത്ര സർക്കിൾസ് ഉണ്ട്? കണ്ണിന്റെ അവിടെയുള്ള 2ഉം പിന്നെ പുറത്ത് വലുതായിട്ടുള്ള റൗണ്ട് 1, മൊത്തം 3 അല്ലേ. 1 2 3 അല്ലെ. കണ്ണിന്റെ അവിടെ 2ഉം പിന്നെ ബോഡിയിലുള്ള 1ഉം. അപ്പോ 2 + 1 3. ഇപ്പൊ 3 സർക്കിൾസ്. ഈ സിയില് എത്ര റെക്ടാംഗിൾസ്? 0. സ്ക്വയർസ് 0. ട്രയാങ്കിൾസ് ഓഫ് 1 2 3. ബോഡിയിൽ 1ഉം വാല് 2 അപ്പൊ 3. ഇന്നത്തെ സർക്കിൾസ് കണ്ണിന്റെ അവിടുത്തെ 2 2. അങ്ങനെയെങ്കിൽ ഡിയിലെയും ഇയിലെയും എത്ര റെക്ടാംഗിൾസ് ഉണ്ടെന്നും സ്ക്വയർസ് ഉണ്ടെന്നും ട്രയാങ്കിൾസ് ഉണ്ടെന്നും സർക്കിൾസ് ഉണ്ടെന്നും എഴുതുമോ? ഈ റെക്ടാംഗിൾ ഇല്ല, സ്ക്വയർ ആണ് കേട്ടോ. ഇയിലുള്ളത് റെക്ടാംഗിൾ 0 ആണ്, സ്ക്വയർ ആണ് ഉള്ളത്. ഇനി സ്കെച്ച് ദ ഫോളോയിങ് ഷേപ്പ് ഓൺ എ കളേർഡ് പേപ്പർ. ഈ ഷേപ്സ് ഉണ്ട് പേജ് നമ്പർ 4. ഈ ഷേപ്സ് എല്ലാം നിങ്ങൾ കളർ പേപ്പറിൽ എടുത്ത് ഈ ഷേപ്സ് എല്ലാം വരച്ച് അത് കട്ട് ചെയ്തെടുക്കണേ. കട്ട് as many as such shapes as possible. പറ്റുന്ന ഷേപ്സ് എല്ലാം നിങ്ങൾ ഒരു കളർ പേപ്പറിൽ ഈ ഷേപ്സ് എല്ലാം വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. സ്റ്റിക്ക് them in a notebook to form different sea creatures. ഈ കടലിലുള്ള ഇഷ്ടംപോലെ ക്രിയേച്ചേഴ്സ് ഈ പഴങ്ങൾ വെച്ചിട്ട് കണ്ടില്ലേ. ഇപ്പൊ റെക്ടാംഗിളും സർക്കിളും ഒക്കെ ഉപയോഗിച്ച് ട്രയാംഗിളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പേജ് നമ്പർ 3 ഒരു ഫിഷിനെ ക്രിയേറ്റ് ചെയ്തത്. അതൊരു സീ ക്രിയേച്ചർ അല്ലേ, സീയിലുള്ളതല്ലേ. അതുപോലെ നിങ്ങൾ ഈ പേജ് നമ്പർ 4 ഈ പടങ്ങളെല്ലാം ഒരു കളർ പേപ്പറിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സീ ക്രിയേച്ചർ സീയിലുള്ള ഏതെങ്കിലും ജീവജാലങ്ങളുടെ ഷേപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നോട്ട്ബുക്കിൽ ചെയ്യാനാണ് പറയുന്നത്. അതെല്ലാവരും ഓപ്ഷനിലാണ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 5. എ കാർ ട്രാവൽസ് 105 കിലോമീറ്റർ in 3 hours. Find its speed per hour. എന്താണ്? 105 കിലോമീറ്റർ 3 മണിക്കൂർ ഒരു കാർ സഞ്ചരിച്ചല്ലേ. അങ്ങനെയെങ്കിൽ ആ കാറിന്റെ സ്പീഡ് ഒരു മണിക്കൂറിൽ ആ കാറിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 3 hours. 3 മണിക്കൂറിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 105 കിലോമീറ്റർ. അവിടെ എഴുതിക്കുക, പെൻസിൽ വെച്ച് എഴുതുക 105 കിലോമീറ്റർ.
ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 hour. ഒരു മണിക്കൂറിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്കറിയാം 3 മണിക്കൂറിൽ 105 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണം? 105 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 105 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അതായിരിക്കും ഒരു മണിക്കൂറിലെ അതിന്റെ ഡിസ്റ്റൻസ്. അപ്പോൾ അതായിരിക്കും അല്ലേ therefore speed of the car per hour that is equal. അപ്പോൾ അതാണല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ 3 മണിക്കൂർ 105 കിലോമീറ്റർ സഞ്ചരിക്കാമെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാമെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? 105 ഡിവൈഡ് ബൈ 3 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായിരിക്കും അല്ലെ പെർ ഹവറിലെ അതിന്റെ സ്പീഡ് അല്ലെ. ആ ഡിസ്റ്റൻസ് ഈ കിട്ടുന്ന ഈ ഉത്തരമായിരിക്കും നമ്മുടെ ആ കാറിന്റെ ഒരു മണിക്കൂറുള്ള വേഗത. സ്പീഡ് ഓഫ് ദ കാർ പെർ ഹവർ ഇസ് ഈക്വൽ ടു ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചെഴുതുക. ഡാഷ് കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, ഇനി മിസ് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചത്. ഫസ്റ്റ് അത് നിങ്ങൾ പഠിക്കുക. സ്പീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന ടൈം. ഇനിയോ ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കാനാണെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇനിയോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സ്പീഡ് ഇൻറ്റു ടൈം. ഇത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട്ബുക്കിലാണെങ്കിലും ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, ഫിഷ് ടെയിലിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്തിരുത്. ഇത് എവിടെ പോയാൽ ഇത് നല്ല എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഇക്വേഷൻസ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി a bus travels at a speed of 32 km per hour. How long will it take to cover a distance of 160 km? ഒരു ബസ് 32 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ എത്ര സ്പീഡിലാണ് പോകുന്നത്? 32 കിലോമീറ്റർ പെർ ഹവറിൽ അല്ലെ. അങ്ങനെയെങ്കിൽ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് 160 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 160 കിലോമീറ്റർ കവർ ചെയ്യാൻ ആ ബസ്സിനെടുത്ത സമയം കണ്ടുപിടിക്കണം. സ്പീഡ് അറിയാം. സ്പീഡ് ഓഫ് ദ ബസ് ഇസ് ഈക്വൽ ടു എന്താണ്? 32 കിലോമീറ്റർ പെർ ഹവർ. അവിടെ എഴുതിക്കുക എല്ലാവരും 32 കിലോമീറ്റർ പെർ ഹവർ. ക്വസ്റ്റ്യൻ തന്നേക്കുന്ന പോലെ പെൻസിൽ ചെയ്യണം കേട്ടോ. 32 കിലോമീറ്റർ പെർ ഹവർ. ഇനി ടൈം ടേക്കൺ ടു കവർ 160 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ ടൈം ടേക്കൺ കണ്ടുപിടിക്കണം. ടൈം ടേക്കൺ എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്താണ്? 160 ഡിവൈഡ് ബൈ 32. ആൻസർ ചെയ്യുക, അവിടെ എഴുതുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് ഹവർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ മോട്ടോർ ബൈക്ക് ട്രാവൽ 54 കിലോമീറ്റർ ഇൻ 2 hours. ഒരു മോട്ടോർ ബൈക്ക് 54 കിലോമീറ്റർ 2 മണിക്കൂർ സഞ്ചരിക്കും. എ സ്കൂട്ടർ ട്രാവൽ 75 കിലോമീറ്റർ ഇൻ 3 hours. ഒരു സ്കൂട്ടർ ആണെങ്കിലോ 75 കിലോമീറ്റർ 3 മണിക്കൂർ സഞ്ചരിക്കും. വിച്ച് ഇസ് ഫാസ്റ്റർ, എ ബൈക്ക് ഓർ എ സ്കൂട്ടർ? ഇതാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. ബൈക്കിനാണോ സ്കൂട്ടറിനാണോ? കണ്ടുപിടിക്കാം. നമുക്ക് ഓരോ മണിക്കൂറിൽ ഇത് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിച്ചാല് ഏറ്റവും കൂടുതൽ വേഗത ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ല. സ്പീഡ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചില്ലേ? ഈ 105 ഡിവൈഡ് ബൈ 3 ചെയ്തപ്പോൾ അതിന് ഒരു മണിക്കൂറിലെ വേഗത കിട്ടിയില്ലേ? അതുപോലെ തന്നെ ഇതിന്റെ ബൈക്കിന്റെയും സ്കൂട്ടറിന്റെയും ഒരു മണിക്കൂറിലെ വേഗത ഏതാണെന്ന് നോക്കുക. അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് ഏതാണോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വേഗത. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബൈക്ക് ഇൻ 1 hour. 1 hourൽ ബൈക്ക് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? 54 ഡിവൈഡ് ബൈ 2. 2 മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കാമെങ്കിൽ ഒരു മണിക്കൂറിൽ എത്രയായിരിക്കും? 54 ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ആൻസർ? 27 എന്ന് കിട്ടും. അവിടെ എല്ലാവരും എഴുതി 54 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 കിലോമീറ്റർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്കൂട്ടർ ഇൻ 1 hour. സ്കൂട്ടർ ഒരു മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? 75 കിലോമീറ്റർ ഡിവൈഡ് ബൈ 3. ഓക്കെ, 75 കിലോമീറ്റർ 3 മണിക്കൂർ സഞ്ചരിക്കാമെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കാം? 75 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 കിലോമീറ്റർ എന്ന് കിട്ടും. ഒരു മണിക്കൂറിൽ സ്കൂട്ടർ ആണെങ്കിൽ 25 കിലോമീറ്റർ. അപ്പൊ ഏതാണ് കൂടുതൽ? 25 കിലോമീറ്റർ സഞ്ചരിച്ച ബൈക്കിനാണോ സ്പീഡ് കൂടുതൽ? 25 കിലോമീറ്റർ സഞ്ചരിച്ച സ്കൂട്ടറിനാണോ സ്പീഡ് കൂടുതൽ? ഏതായിരിക്കും? ബൈക്കിനാണല്ലോ. ഒരു മണിക്കൂർ 22 കിലോമീറ്റർ സ്കൂട്ടറിനെക്കാട്ടി വേഗത്തിൽ സഞ്ചരിച്ചു അല്ലെ. അപ്പോൾ ബൈക്ക് ഈസ് ഫാസ്റ്റർ ദാൻ സ്കൂട്ടർ. ഡാഷ് ഈസ് ഫാസ്റ്റർ ദാൻ ഡാഷ്. ബൈക്ക് ഈസ് ഫാസ്റ്റർ ദാൻ സ്കൂട്ടർ. ഓക്കെ, എ ഹെലികോപ്റ്റർ ഫ്ലൈസ് 240 കിലോമീറ്റർ ഇൻ 4 hours. ഒരു ഹെലികോപ്റ്റർ 240 കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലെ. ഇറ്റ് റിട്ടേൺസ് ഇൻ 3 hours. മറ്റൊരു സ്ഥലത്ത് ഇത് 3 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്തി. ഹൗ ഫാർ ഡസ് ഇറ്റ് ട്രാവൽ ഓൾ ടുഗദർ? അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടെ സഞ്ചരിച്ചത് എത്ര ദൂരമായിരിക്കണം?
വാട്ട് ഈസ് ദ സ്പീഡ് പെർ കിലോമീറ്റർ ഓഫ് ദ ജേർണി. അങ്ങനെയെങ്കിൽ സ്പീഡ് എത്രയായിരിക്കും, ഒരു കിലോമീറ്ററിന്റെ അതിന്റെ വേഗത എത്രയായിരിക്കും കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 4 മണിക്കൂറിൽ 240 കിലോമീറ്റർ അല്ലെ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ എത്ര സഞ്ചരിച്ചാണ്? 240 ഡിവൈഡഡ് ബൈ 4. 240 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 60 കിലോമീറ്റർ. 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ 3 മണിക്കൂറിലോ? ഇവിടെ ഇറ്റ് റിട്ടേൺസ് മറ്റൊരു സ്ഥലത്ത് ഇത് 3 മണിക്കൂറിൽ എത്തി എന്നല്ലേ പറഞ്ഞു. 3 മണിക്കൂറിൽ 60 ഇൻറ്റു 3 180 കിലോമീറ്റർ അല്ലേ. 4 മണിക്കൂറിൽ 240 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലെ. 1 മണിക്കൂർ 240 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നായി. അപ്പൊ തിരിച്ച് മറ്റൊരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ 3 മണിക്കൂർ കൊണ്ട് എത്തി എന്ന് പറഞ്ഞു. അപ്പൊ ആ 3 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഈ 1 മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരം ഇൻറ്റു 3 that is equal to 180 കിലോമീറ്റർ കിട്ടും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ is equal to 240 plus 180 that is equal to 420 കിലോമീറ്റർ. 240 മൊത്തം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 4 മണിക്കൂർ കൊണ്ട് 240, പിന്നെ 3 മണിക്കൂർ കൊണ്ട് 180. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്യുക. 240 plus 180 is equal to 420. ടോട്ടൽ ടൈം ടേക്കൺ. അങ്ങനെയെങ്കിൽ ടോട്ടൽ ടൈം ടേക്കൺ എന്നാണ് ക്വസ്റ്റ്യൻ എളുപ്പം കണ്ടുപിടിക്കുക. 4 മണിക്കൂറും 3 മണിക്കൂറും 4 plus 3 that is equal to 7. ഓക്കെ. ഇനി അങ്ങനെയെങ്കിൽ ആ ജേർണിയുടെ സ്പീഡ് എന്തായിരിക്കും? ആ നമ്മുടെ ഹെലികോപ്റ്ററിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോൾ 420 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ ഈ 240 plus 180 ചെയ്തപ്പോൾ കിട്ടിയ 420 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ 7 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചപ്പോൾ അതിന്റെ സ്പീഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്പീഡ് is equal to distance divided by time. That is equal to എന്താണ്? 420 divided by 7 അല്ലെ. 420 divided by 7 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായിരിക്കും അതിന്റെ സ്പീഡ്. 60 ആണ് ആൻസർ. ഓക്കെ. അപ്പൊ ചെയ്തല്ലോ, എല്ലാവരും മനസ്സിലായോ? ഇനി ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകും. നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഏകദേശം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മിസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്യാച്ചപ്പ് ചെയ്യുക. ഈ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ റിവൈൻഡ് ചെയ്ത് മിസ്സിന്റെ ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മനസ്സിലായാലും മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ഇനി ജോയ് ഡെപ്പോസിറ്റ്സ് ₹45 every day in a scheme. ജോയ് ഒരു സ്കീം അനുസരിച്ച്, ഒരു നിബന്ധന അനുസരിച്ച് എല്ലാ ദിവസവും 45 രൂപ ഡെപ്പോസിറ്റ് ചെയ്യും, നിക്ഷേപിക്കും. What will be his total deposit after a week? അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും 45 രൂപ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരാഴ്ചയാകുമ്പോൾ ജോണിക്ക് എത്ര രൂപ കിട്ടിക്കാണും? ഇപ്പൊ ഒരു കുടുക്കയിലിട്ട് കൂട്ടുന്നു എന്ന് വിചാരിക്കും. ഒരു കുടുക്കയിൽ ദിവസം 45 രൂപ വീതം ഇടുന്നു ജോയ്. അങ്ങനെയെങ്കിൽ ഒരാഴ്ചയാകുമ്പോൾ ആ കുടുക്കയിൽ എത്ര രൂപ ഉണ്ടാവും? What will be his total deposits after 4 weeks? അങ്ങനെയെങ്കിൽ 4 ആഴ്ചക്ക് ശേഷം എത്ര രൂപ ഉണ്ടായിരിക്കും? കണ്ടുപിടിക്കാം. Money deposited in 1 day. ഒരു ദിവസം നിക്ഷേപിക്കുന്ന തുക എത്രയാണ്? ക്വസ്റ്റ്യനിലുണ്ട് ₹45. അവിടെ എല്ലാവരും എഴുതിക്കേ ₹45. മണി ഡെപ്പോസിറ്റഡ് ഫോർ 7 days. അങ്ങനെയെങ്കിൽ 7 ദിവസം ആയപ്പോൾ ആ പൈസ എത്രയായി കാണും? 45 into 7 അല്ലെ. 45 ഒരു ദിവസം 45 രൂപയാണെങ്കിൽ 7 ദിവസം ആയപ്പോഴോ 45 into 7 that is equal to 315 rupees. ഓക്കെ. യൂണിറ്റ് എഴുതണം. 315 rupees. റുപ്പീസ് ആണ്, പൈസയുടെ കാര്യമാണ്. റുപ്പീസ് എന്ന് എഴുതുക. ഇവിടെ സ്പീഡിന്റെ കാര്യമൊക്കെ ആകുമ്പോൾ സ്പീഡ് പെർ ഹവർ, പെർ കിലോമീറ്റർ എന്നൊക്കെയാണ്. കിലോമീറ്റർ പെർ ഹവർ എന്നുണ്ടായിരുന്നു. ടൈം ആണെങ്കിൽ ഹവർ എന്നുണ്ട്. പിന്നെ എന്താ ഡിസ്റ്റൻസ് ആണെങ്കിൽ കിലോമീറ്റർ എന്നുണ്ടായിരുന്നു അല്ലെ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, യൂണിറ്റ് എഴുതുക. യൂണിറ്റ് മസ്റ്റ് ആണ്. മാത്സിന്റെ കാര്യത്തിൽ യൂണിറ്റ് ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ. ഇനി money deposited for 7 days that is equal to 45 into 7 that is equal to ₹315. എല്ലാവരും ചെയ്യണം. ഓക്കെ. ഇതൊക്കെ ചെയ്യണം. അഡീഷണൽ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം അറിയാവുന്നതാണ്. മിസ് പറയുന്ന വെച്ച് എല്ലാവരും ചെയ്യണം. ഇനി മണി ഡെപ്പോസിറ്റഡ് ഫോർ 4 weeks. അങ്ങനെയെങ്കിൽ ഒരാഴ്ചയിൽ 315 രൂപ കിട്ടുമെങ്കിൽ 4 ആഴ്ച ആകുമ്പോൾ എത്ര രൂപയായിട്ടുണ്ടാവും? ഒരാഴ്ചയിൽ 315 രൂപയാണെങ്കിൽ 4 ആഴ്ച ആകുമ്പോഴോ 315 into 4. ഓക്കെ. 315. ഒരു ദിവസം 45 രൂപയാണ്. അപ്പൊ 7 ദിവസം ആകുമ്പോൾ 7 into 45 that is equal to 315. പിന്നെ അപ്പോൾ ഒരാഴ്ച 7 days 315 രൂപയാണ്. അങ്ങനെയെങ്കിൽ 4 ആഴ്ച ആകുമ്പോൾ 315 into 4 that is equal to dash rupees. കണ്ടുപിടിച്ച് എഴുതുക. ഇനി Sindhu borrowed 8,000 from a bank. She repaid ₹725 every month for a year.
How much money does she repay at the end of a year? എന്താണ് സിന്ധു ഒരു ബാങ്കിൽ നിന്ന് 8000 രൂപ കടം വാങ്ങിച്ചു, ഒരു ലോൺ എടുത്തു, കടം വാങ്ങിച്ചു. ഷീ റിപ്പേഡ് എല്ലാ മാസവും 725 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് സിന്ധു അത് അടയ്ക്കുന്നുണ്ടായിരുന്നു, ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു വർഷമായപ്പോൾ സിന്ധു എത്ര രൂപ ടോട്ടൽ ബാങ്കിൽ അടച്ചിട്ടുണ്ടാവും? 8000 രൂപ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചു, മാസം മാസം 725 രൂപ വെച്ച് കൊടുത്തു, ഒരു വർഷമായപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര രൂപ സിന്ധു അടച്ചിട്ടുണ്ടാവും? Amount borrowed, that is equal to rupees 8000. Amount borrowed, that is equal to rupees 8000. ഇനി amount repaid in 1 month. അങ്ങനെയെങ്കിൽ ഒരു മാസം എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട്? 725 rupees 725. ക്വസ്റ്റ്യനിലുണ്ട് rupees 725. Therefore amount repaid in 1 year. അങ്ങനെയെങ്കിൽ 725 രൂപ വെച്ച് ഒരു വർഷം റീപേ ചെയ്യുവാണെങ്കിൽ, അടച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയായിട്ടുണ്ടാവും? അപ്പോൾ ഒരു വർഷം നമുക്കറിയാം 12 മാസം ഉണ്ട് അല്ലെ. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഒരു വർഷം സിന്ധു അടച്ച പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസം മാസം അടച്ച ആ പൈസ അത് എത്രയാണോ? 725 into 12. ഓക്കെ, 725 into 12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് റുപ്പീസ്. അവിടെ ചെയ്യുക, ആൻസർ ചെയ്യുക. ഫോട്ടോ അയച്ചു തരണം കേട്ടോ. പെൻസിൽ വെച്ച് എഴുതിയാൽ മതി. പെൻസിൽ വെച്ച് എഴുതിയിട്ട് മിസ്സിനെ ഹോംവർക്ക് അയച്ചു തരണം. ഗോപാൽ borrowed rupees 15,000 from a bank. ഗോപാല് 15,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് വാങ്ങിച്ചു, കടം വാങ്ങിച്ചു. He repaid rupees 17,400 in 1 year. ഒരു വർഷമായപ്പോൾ 17,400 രൂപ തിരിച്ചടച്ചു. നമുക്കറിയാം ഇപ്പൊ ഈ സിന്ധു ആണെങ്കിലും 8000 രൂപ വാങ്ങിച്ചപ്പോൾ തിരിച്ചടക്കേണ്ടി വന്നത് പലിശ ഉൾപ്പെടെ ആയിരിക്കും അല്ലെ. തിരിച്ചടക്കുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതൽ ബാങ്കിന് കൊടുക്കേണ്ടി വരും. കാരണം ബാങ്ക് ഒരു ആവശ്യത്തിന് നമ്മളെ പൈസ തന്ന് സഹായിച്ചതാ. അപ്പൊ അതിന് പ്രത്യുപകാരമായിട്ട് ബാങ്ക് കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച തുകയെക്കാട്ടി കൂടുതൽ തുകയായിരിക്കണം ഒരു വർഷം കൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഓർത്തോണം. 8000 സിന്ധുവിന്റെ ക്വസ്റ്റ്യനിൽ 8000-നെക്കാട്ടിയും വലിയ ആൻസർ ആയിരിക്കും അവസാനം 725 into 12 ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഗോപാല് 15,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് ഒരു വർഷമായപ്പോൾ എത്രയാണ്? അതിനെക്കാട്ടി കൂടുതൽ പൈസ അടക്കേണ്ട വന്നല്ലേ. 17,400 rupees അടക്കേണ്ട വന്നു. അങ്ങനെയെങ്കിൽ എല്ലാ മാസവും ഗോപാൽ അടച്ച പൈസ എന്തായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റും. എമൗണ്ട് repaid in 12 months. എമൗണ്ട് 12 മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് 17,400 രൂപ അടച്ചു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു 12 മാസം കൊണ്ട് എത്ര രൂപ അടച്ചിട്ടുണ്ട്? 17,400 rupees 17,400. ഒരു വർഷം കൊണ്ട് rupees 17,400 തിരിച്ചടച്ചിട്ടുണ്ട് ഗോപാല്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ മറ്റൊരു തരത്തിൽ പറയുന്നത്. എമൗണ്ട് repaid in 12 months. 12 months എന്ന് വെച്ചാൽ 1 year. അപ്പൊ എമൗണ്ട് repaid in 1 year അല്ലെങ്കിൽ എമൗണ്ട് repaid in 12 months എന്ന് പറഞ്ഞാൽ എത്ര രൂപ തന്നെയാണ്? ക്വസ്റ്റ്യനിലുള്ള പോലെ rupees 17,400 എന്ന് തന്നെയാണ്. ഇവിടെ എഴുതിക്കേ 17,400. എമൗണ്ട് repaid in 1 month. അങ്ങനെയെങ്കിൽ ഒരു മാസം എത്ര രൂപ അടച്ചിട്ടുണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? rupees 17,400 divided by 12. ഓക്കെ, 15,000 rupees ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ചു. ഒരു വർഷം കൊണ്ട് 17,400 തിരിച്ചടച്ചു. അങ്ങനെയെങ്കിൽ ഒരു മാസം എത്ര അടച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 17,400 divided by 12. കാരണം എന്താ? ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഒരു മാസം എത്രത്തോളം പൈസ തിരിച്ചടച്ചു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 17,400 divided by 12. ഇങ്ങനത്തെ ഈ ബാങ്കിൽ അതാണ് ഉത്തരം കേട്ടോ. is equal to dash rupees. is equal to dash rupees. യൂണിറ്റ് എന്താണ്? rupees. ആൻസേഴ്സ് എല്ലാവരുടെയും ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ഈ ബാങ്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. അത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ. ടെക്സ്റ്റിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം മിസ് പഠിപ്പിച്ചിട്ട് റിവൈൻഡ് ചെയ്യുക. ഇപ്പോൾ മിസ് പഠിപ്പിക്കുക, റിവൈൻഡ് ചെയ്യുക, ഒരുമിച്ച് പഠിച്ചു പോകാൻ ശ്രമിക്കുക, ഡൗട്ട് എല്ലാം മാറ്റുക, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി ലാസ്റ്റ്, when pepper is dried it becomes 1/3 of its weight. എന്താണ്? ഒരു പെപ്പർ അല്ലെ, കുരുമുളക് ഉണക്കുമ്പോൾ എന്ത് പറ്റി? അതിന്റെ വെയിറ്റ് 1/3 ഭാഗമായിട്ട് മാറി അല്ലെ. നമ്മൾ ഒരുപാട് വെയിറ്റ് വെച്ച് പെപ്പർ ഉണക്കിയാൽ അതിന്റെ വെയിറ്റ് അങ്ങ് ചുരുങ്ങി ഇച്ചിരി വെയിറ്റ് ഉണങ്ങി കഴിയുമ്പോൾ എന്താണ്? വെയിറ്റ് അങ്ങ് കുറഞ്ഞ് ഇച്ചിരി ആയിപ്പോവും അല്ലെ.
A merchant, ഒരു വ്യാപാരി buys 120 kilogram of green pepper at the rate of rupees 35 per kilo and he dries it. എന്താണ് ഒരു വ്യാപാരി 120 കിലോ പച്ച കുരുമുളക് വാങ്ങിച്ചു. എന്നിട്ടോ 1 കിലോയ്ക്ക് 35 രൂപയാണ് അല്ലെ. അങ്ങനെ 120 കിലോ വാങ്ങിച്ചു. 1 കിലോയ്ക്ക് 35 രൂപ വെച്ചിട്ട് 120 കിലോ വാങ്ങിച്ചിട്ട് ആ വ്യാപാരി അത് ഉണക്കി. അപ്പോൾ how much dried pepper will he get? അങ്ങനെയെങ്കിൽ എത്ര വെയിറ്റ് ഉണ്ടാവും? ആ ഉണങ്ങിയതിനു ശേഷമുള്ള പെപ്പറിന്റെ വെയിറ്റ് എന്തായിരിക്കും? What is the cost per kilogram of the dried pepper now? അങ്ങനെയെങ്കിൽ ഉണങ്ങിയ ആ കുരുമുളകിന്റെ വില ഇപ്പോൾ വ്യാപാരി നിശ്ചയിച്ചിട്ടുള്ള വില എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു കച്ചവടത്തിൽ നമ്മൾ ഒരിക്കലും നഷ്ടത്തിൽ കൊടുക്കത്തില്ല അല്ലെ. എല്ലാ ലാഭത്തിലും നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളൊന്നും നമുക്കിപ്പോ ഇത്ര രൂപ ചെലവായിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും ഒരു 5 രൂപ അല്ലെങ്കിൽ 1 രൂപ എങ്കിലും കൂട്ടിയേ നമ്മൾ എന്ത് സാധനമാണെങ്കിലും മറിച്ച് വിൽക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ വെയിറ്റ് ഓഫ് പെപ്പർ ബോട്ട്, ഒരു പെപ്പർ എത്ര കിലോ പെപ്പറാണ് ആ മെർച്ചന്റ് വാങ്ങിച്ചത്? എത്ര കിലോ പെപ്പർ വാങ്ങിച്ചു? 120. ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 120 കിലോ ഗ്രീൻ പെപ്പർ വാങ്ങിച്ചല്ലേ. 120 കിലോ. അവിടെ എഴുതിക്കുക വെയിറ്റ് ഓഫ് പെപ്പർ ബോട്ട് ഈസ് ഈക്വൽ ടു 120 കിലോ. വെയിറ്റ് ആഫ്റ്റർ ഡ്രൈയിങ്, ഉണങ്ങിയതിനു ശേഷമുള്ള വെയിറ്റ് എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഉണങ്ങിയതിനു ശേഷം അതിന് മൂന്നിൽ ഒരു ഭാഗമായിട്ട് മാറും അല്ലെ. വെയിറ്റ് ആഫ്റ്റർ ഡ്രൈയിങ് ഈസ് ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 3. നമുക്കറിയാം 1/3 അങ്ങ് മാറും. 120 ഇൻറ്റു 1/3 എന്ന് ചെയ്താൽ 120 ഡിവൈഡ് ബൈ 3 എന്ന് ചെയ്താലും കറക്റ്റ്. ഇത് രണ്ടും കറക്റ്റ്. എങ്ങനെ എഴുതാം? 1/3 വെയിറ്റ് മാറി. 120 ഡിവൈഡ് ബൈ 3 അല്ലെങ്കിൽ 120 ഇൻറ്റു 1/3. ഓക്കെ, ആൻസർ എന്ത് കിട്ടും? അത് ഇസ് ഈക്വൽ ടു രണ്ടിന്റെ ആൻസർ 40 കിലോ അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കണം. 120 കിലോ കുരുമുളക് വാങ്ങിച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ആ വ്യാപാരിയുടെ കയ്യിൽ മിച്ചം എത്ര കിലോയേ ഉള്ളൂ? 40 കിലോയേ ഉള്ളൂ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഡ്രൈഡ് പെപ്പർ. അങ്ങനെയെങ്കിൽ അദ്ദേഹം വാങ്ങിച്ച ആ പച്ച കുരുമുളകിന് റുപ്പീസ് എത്ര രൂപയായിരുന്നു? റുപ്പീസ് 35 ആയിരുന്നു അല്ലെ. ഇവിടെ എഴുതണ്ട, ഞാൻ പറഞ്ഞ ഈ 2 സ്റ്റെപ്സ് എഴുതുക. വെയിറ്റ് ഓഫ് പെപ്പർ ബോട്ട് ഈസ് ഈക്വൽ ടു 120 കിലോഗ്രാം. വെയിറ്റ് ആഫ്റ്റർ ഡ്രൈയിങ് 120 ഡിവൈഡഡ് ബൈ 3. 120 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 കിലോഗ്രാം. ഇത് മാത്രം എഴുതുക. ഇനി മിസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 കിലോയ്ക്ക് 35 രൂപ വെച്ചിട്ടാണ് ആ പച്ച കുരുമുളക് വാങ്ങിച്ചത്. അങ്ങനെയെങ്കിൽ വ്യാപാരിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്? വാങ്ങിക്കാനായിട്ട് എത്ര രൂപ ചെലവായിട്ടുണ്ട്? 120. 120 കിലോ വാങ്ങിച്ചു 35 രൂപ 1 കിലോയ്ക്ക്. 120 ഇൻറ്റു 35 എത്ര രൂപ ചെലവായി? 120 ഇൻറ്റു 35 എത്രയാണ്? റുപ്പീസ് 4200. 4200 രൂപ മുടക്കി. 120 കിലോ 35 രൂപ വെച്ച് വാങ്ങിച്ചപ്പോൾ 4200 രൂപ മുടക്കിയാണ് ഈ 120 കിലോ വാങ്ങിച്ചത്. അങ്ങനെയെങ്കിലോ ഇപ്പോ സപ്പോസ് ഈ വ്യാപാരി 35 രൂപ വെച്ച് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം മിച്ചമുള്ള കിലോ ഉണങ്ങിയതിന് ശേഷം മിച്ചം 40 കിലോയിലേ ഉള്ളൂ. ഈ 40 കിലോ സാധനം 1 കിലോയ്ക്ക് 35 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വ്യാപാരിക്ക് എത്ര രൂപ കിട്ടും? 1400 രൂപ. വാങ്ങിച്ചത് 4200 രൂപ. ഇപ്പൊ 1400 രൂപയുടെ സാധനമേ കയ്യിലുള്ളൂ. ഉണങ്ങിയതിന് ശേഷം 1400 രൂപയുടെ സാധനമേ കയ്യിലുള്ളൂ അല്ലേ. അങ്ങനെ ഒരിക്കലും നമ്മള് ഇപ്പം 2800 രൂപ ബാലൻസ്. ഇന്ന് എത്ര നമുക്ക് നഷ്ടം എത്ര രൂപയുണ്ട്? 4200 മൈനസ് 1400. എത്ര രൂപ നഷ്ടമുണ്ട്? 2800 രൂപ നഷ്ടമുണ്ട് അല്ലെ. അത് നഷ്ടമായിട്ട് കൂട്ടാൻ വ്യാപാരി സമ്മതിക്കുമോ? ഒരു കച്ചവടത്തിൽ ഒരിക്കലും നഷ്ടം സംഭവിക്കാൻ ഇടവരുത്തത്തില്ല അല്ലെ. നഷ്ടം സംഭവിക്കാൻ ഇടവരുത്തുമോ? ഇല്ല. അപ്പം ഈ വ്യാപാരി എന്താ ചെയ്യാന്നറിയാമോ? മറ്റൊരു തരത്തിൽ പറഞ്ഞുതരാം. ഈ വ്യാപാരി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം 120 കിലോ ഉണ്ടായിരുന്നു. പിന്നീട് ഉണങ്ങിയതിന് ശേഷം 40 കിലോയേ ഉള്ളൂ. അപ്പോൾ എത്ര കിലോ നഷ്ടപ്പെട്ടു? 120 കിലോ മൈനസ് 40 കിലോ ഇസ് ഈക്വൽ ടു 80 കിലോ അല്ലെ. 80 കിലോ ഭാരം നഷ്ടപ്പെട്ടു. ഇത് എഴുതാനുള്ളതല്ല മിസ് പറഞ്ഞു. ഈ കാര്യങ്ങളും ഇതും മിസ് പറഞ്ഞതാണ്. 120 കിലോയിൽ നിന്ന് 40 കിലോ പോയപ്പോൾ 120 കിലോയെ 80 കിലോയെ ഉള്ളു അല്ലെ മിച്ചം.
ആ 80 കിലോ സാധനം എന്താണ് ആ വെയിറ്റ് ഉണങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ 80 രൂപ ഇൻറ്റു 35 ഇത്രയും രൂപ, അതായത് ഈ 2800 രൂപ വ്യാപാരിക്ക് നഷ്ടം അല്ലേ? സമ്മതിക്കുമോ വ്യാപാരി? ഇല്ല. അപ്പൊ ഈ 2800 രൂപ വ്യാപാരിയുടെ കയ്യിൽ തിരിച്ച് കിട്ടണം അല്ലേ? കിട്ടണം. അതിന് വ്യാപാരി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഉണങ്ങി കിട്ടിയ ഈ കുരുമുളകിന്റെ വില കൂട്ടിയിട്ടുണ്ടാവും അല്ലേ? ഉണങ്ങി കിട്ടിയ കുരുമുളകിന്റെ വില കൂട്ടി വിറ്റാൽ മാത്രമേ ഈ 2800 രൂപയുടെ നഷ്ടം നികത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ വ്യാപാരി എന്ത് ചെയ്തു? കോസ്റ്റ് ഓഫ് ഡ്രൈഡ് പെപ്പറിന്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. ഡ്രൈഡ് പെപ്പറിന്റെ വില നമ്മളെ നിശ്ചയിക്കാൻ പോകുന്നത്. ഈ നഷ്ടക്കണക്ക് വെച്ച് നമുക്ക് നഷ്ടം എത്ര രൂപയാണെന്ന് മനസ്സിലാക്കിയത് വെച്ച് വ്യാപാരി ആ നഷ്ടം നികത്താൻ വേണ്ടി, ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എത്ര രൂപയ്ക്ക് ഈ ഉണങ്ങിയ പെപ്പർ വിറ്റിട്ടുണ്ടാവും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്തായിരിക്കും? 80 ഇൻറ്റു 35. അവിടെ എല്ലാം എഴുതിക്കും. 80 കിലോ നഷ്ടപ്പെട്ടു പോയില്ലേ? 35 രൂപ വെച്ചിട്ട് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ഈ 2800 രൂപ നഷ്ടമായി. അപ്പൊ അവിടെ എഴുതിക്കുക എല്ലാവരും 80 ഇൻറ്റു 35. ഓക്കെ, 80 ഇൻറ്റു 35 that is equal to rupees 2800. അവിടെ എഴുതിക്കുക കോസ്റ്റ് ഓഫ് ഡ്രൈഡ് പെപ്പർ that is equal to 80 ഇൻറ്റു 35 that is equal to rupees 2800. ഇനി കോസ്റ്റ് ഓഫ് ഡ്രൈഡ് പെപ്പർ പെർ കിലോഗ്രാം. അങ്ങനെയെങ്കിൽ നമുക്കറിയാം 80 കിലോയ്ക്കാണ് 2800 രൂപ ആയല്ലേ? അങ്ങനെയെങ്കിൽ 1 കിലോയ്ക്ക് എത്ര രൂപ ആയിട്ടുണ്ടാവും? 1 കിലോയ്ക്ക് 2800 ഡിവൈഡഡ് ബൈ 40. ഇത് 40 കിലോ അല്ലേ മിച്ചമുള്ളൂ അല്ലേ? അപ്പൊ ഈ 2800 രൂപയുടെ നഷ്ടം നികത്താൻ വേണ്ടി 2800-നെ 40 കിലോ മിച്ചമുള്ളത്, 40 കിലോ മിച്ചമുള്ളതിൽ 1 കിലോ എത്ര രൂപയാക്കി വിൽക്കണം എന്ന് കണ്ടുപിടിച്ചല്ലേ? മനസ്സിലായ എല്ലാവർക്കും? 2800 രൂപയുടെ നഷ്ടം സംഭവിച്ചു ഉണങ്ങിയതിന് ശേഷം അല്ലേ? ഉണങ്ങിയപ്പോൾ 80 കിലോ വെയിറ്റ് അങ്ങ് പോയി. മിച്ചം 40 കിലോ വെയിറ്റേ ഉള്ളൂ. അപ്പൊ ഈ 2800-ന്റെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് 1 കിലോ എത്ര, 40 കിലോ കയ്യിലുള്ളൂ. അപ്പൊ 1 കിലോ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് വ്യാപാരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2800 ഡിവൈഡഡ് ബൈ 40. എന്ത് കിട്ടും ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു rupees 70 എന്ന് കിട്ടും. അപ്പോൾ 1 കിലോ ഉണങ്ങിയ കുരുമുളകിന് എത്ര രൂപയാണ്? rupees 70 ആണ്. ഓക്കെ, അപ്പോൾ 1 കിലോ അല്ലാത്ത ഈ ഉണങ്ങാത്ത പച്ച കുരുമുളക് വാങ്ങിച്ചത് 35 രൂപയ്ക്കാണ്. പക്ഷെ 1 കിലോ ഉണങ്ങിയ കുരുമുളക് വിൽക്കുന്നതിനോ rupees 70 rupees-ന് വിൽക്കും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫ്ലോറമ്മ എന്ന് പറയുന്ന ഒരു മീൻ വിൽക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഇത് എഴുതാനുള്ളതൊക്കെ എഴുതുക. വെയിറ്റ് ഓഫ് പെപ്പർ ബോട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു 120 കിലോഗ്രാം. വെയിറ്റ് ആഫ്റ്റർ ഡ്രൈയിങ് 120 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 കിലോഗ്രാം. കോസ്റ്റ് ഓഫ് ഡ്രൈഡ് പെപ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 35 ദാറ്റ് ഈസ് ഈക്വൽ ടു rupees 2800. Cost of dried pepper per kilogram 2800 divided by 40 that is equal to rupees 70. ഓക്കെ, ഇതൊക്കെ സൈഡിലൊന്ന് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്തിട്ടേക്കാം. മറക്കരുത്, മറന്നു പോകരുത്. അതിന് വേണ്ടി നോട്ട് ചെയ്തിട്ടേക്കാം. ഇനി സെക്കൻഡ് ചാപ്റ്ററിലോട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താലോ? ഷേപ്സ് ആൻഡ് ആംഗിൾസ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഷേപ്സ് ഇൻടു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഓപ്പൺ ഷേപ്പ് എന്താണ്? ബൗണ്ടറീസ് ഫുൾ ക്ലോസ് ആയിട്ടുള്ളതെല്ലാം ക്ലോസ്ഡ് ഷേപ്പാണ്. ബൗണ്ടറീസ് ക്ലോസ് അല്ലാത്തതെല്ലാം ഓപ്പൺ ഷേപ്പാണ് അല്ലേ? ഇതിൽ ഓപ്പൺ ഷേപ്പ് ഏതൊക്കെയായിരിക്കും? BCFGKL. അവിടെ എഴുതിക്കുക ഓപ്പൺ ഷേപ്സിന് അവിടെ BCFGKL. ക്ലോസ്ഡ് ഷേപ്സ് ഏതൊക്കെയാണ്? ADEHIJ കൊണ്ട് എഴുതുക. ഇനി ടിക്ക് ദ ബിഗർ ആംഗിൾ ഓഫ് ഈച്ച് പെയർ. ഓരോ പെയർസിലെ ബിഗർ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആംഗിൾസ് നമുക്കറിയാം. അക്യൂട്ട് ആംഗിൾ പഠിച്ചു. ചെറിയ ആംഗിൾ ആണ് അക്യൂട്ട് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ ആണ്. പിന്നെ ഏറ്റവും വലിയ ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, ഈ ആംഗിൾ ആണോ അതോ ഈ ആംഗിൾ ആണോ വലുത്? ഈ വെർട്ടെക്സ് തമ്മിൽ നോക്കുക. ഈ ഒരു കോർണർ നോക്കിയാൽ ഇതാണല്ലേ വലുത്. അപ്പൊ അവിടെ ടിക്ക് ചെയ്ത് എല്ലാവരും ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇങ്ങനെ ഇരിക്കുന്ന ആംഗിൾ ആണോ ഈ ആംഗിൾ ആണോ അതോ ഇങ്ങനെയുള്ള ഈ ആംഗിൾ ആണോ വലുത്?
ഇതാണ് അല്ലെ കുറച്ച് വലിയ ആംഗിൾ. അപ്പോൾ അവിടെ ടിക്ക് ചെയ്യുക, ഫസ്റ്റ് ടിക്ക് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ആണ് ടിക്ക്. ഇനി 3 ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിലും ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിലും ഈ ആംഗിൾ നോക്കുക, ഈ ആംഗിൾ നോക്കുക. ഓക്കെ, ഈ ആംഗിൾ നോക്കുമ്പോൾ ഇതാണ് സെക്കൻഡ് വൺ ആണ് ബിഗ്. സോ അവിടെ ടിക്ക് ചെയ്യുക. ഇനിയോ ഇവിടെ ഇതാണ് കുറച്ച് തുറന്നിരിക്കുന്നത്. ഈ വെർട്ടെക്സ് നമ്മൾ അകലം കുറച്ച് കൂടുതലുള്ള ഇതാണ് അല്ലെ. ഇത് കുറച്ച് അടുത്തിരിക്കുക, കണ്ടോ ഈ മൂല കണ്ടോ, കുറച്ച് അടുത്തിരിക്കുക, ഇത് കുറച്ച് അകലെ ഇരിക്കുക. അപ്പൊ ഇതാണ് വലിയ ആംഗിൾ. ഈ ഫോർത്ത് ക്വസ്റ്റ്യനിലോ സെക്കൻഡ് വൺ ആണ് അല്ലെ. ചെറിയൊരു ആംഗിളും പിന്നെ വലിയൊരു ആംഗിളും. അപ്പോഴെന്താണ് ചെറിയൊരു ആംഗിളും വലിയൊരു ആംഗിളും. അപ്പൊ എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ ആണ് ബിഗ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലോ ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, സെക്കൻഡ് വൺ റൈറ്റ് ആംഗിൾ ആണ്. നമുക്കറിയാം റൈറ്റ് ആംഗിളിനെക്കാട്ടി വലിയ ആംഗിൾ ആണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. സോ ഫസ്റ്റ് വൺ ആണ് അല്ലേ വലിയ ആംഗിൾ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യനിലോ അക്യൂട്ട്, രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആണ്, 90 ഡിഗ്രിയെക്കാട്ടി ചെറിയ ആംഗിൾസ് ആണ്. എന്നിരുന്നാലും ഏറ്റവും വലിയ ആംഗിൾ ആയിട്ട് വരുന്ന സെക്കൻഡ് വൺ ആണ് അല്ലേ. സിക്സ്ത് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ ആണ് ബിഗർ ആംഗിൾ. ഇനി സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത് ക്വസ്റ്റ്യനിൽ ഏതാണ്? എങ്ങനെയൊക്കെ വരച്ചെന്ന് പറഞ്ഞാലും എന്താണ് ഈ ഏറ്റവും എങ്ങനെ വരച്ചെന്ന് പറഞ്ഞാലും ഈ ആംഗിൾസിന്റെ അകലം നോക്കുക, ഈ ആംഗിൾസിന്റെ അകലം നോക്കുക. സെവൻത് ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഫസ്റ്റ് വൺ ആണ് കുറച്ചുകൂടെ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ വലിയ ആംഗിൾ അല്ലേ. ഫസ്റ്റ് വൺ ടിക്ക് ചെയ്യുക. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, മറ്റേത് എയ്ത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് അക്യൂട്ട് ആംഗിൾ ആണ്. നടുക്കത്തെ ആംഗിളിന്റെ ആ ഈ ഒരു അകലം നോക്കുകയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണ്. പിന്നെ എയ്ത്ത് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ ആണെങ്കിൽ 90 ഡിഗ്രിയാണ്. അക്യൂട്ട് ആംഗിൾ ആണോ 90 ഡിഗ്രി ആണോ വരുന്നത്? അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയെക്കാട്ടി ചെറിയ ആംഗിൾ ആണ്. അപ്പോൾ എയ്ത്ത് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ ആണ് ബിഗർ ആംഗിൾ. ഓക്കെ, ഇനി കൗണ്ട് ദ നമ്പർ ഓഫ് ആംഗിൾസ് ഇൻ ഈച്ച് ഷേപ്പ്. ഓരോ ഷേപ്പിലെ നമ്പർ ഓഫ് ആംഗിൾസ് കൗണ്ട് ചെയ്യാൻ. ഫസ്റ്റ് ട്രയാങ്കിളിൽ അകത്ത് 3 ആംഗിൾസേ ഉള്ളൂ, അപ്പോൾ 3 എന്ന് എഴുതുക. നമ്പർ ഓഫ് ആംഗിൾസ് 3. ഇനി സെക്കൻഡിലോ പെന്റഗൺ ആണ്, അകത്ത് എത്ര ആംഗിൾസ് വരും? അകത്ത് മുകളിൽ 1, സൈഡിൽ 2 എണ്ണം, 2, 1, 2, 3, താഴെ 2 എണ്ണം, 4, 5, മൊത്തം 5 ആംഗിൾസ്. ഇനി ഒരു റെക്ടാംഗിൾ ആണെങ്കിലോ 4 മൂലകളിലായിട്ട് 4 ആംഗിൾസ് അല്ലേ. സോ നമ്പർ ഓഫ് ആംഗിൾസ് ഈക്വൽ ടു 4. ഇനി നമ്പർ ഓഫ് ആംഗിൾസ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതിന്റെ ഓരോ കോർണറിലും നോക്കിക്കേ 1, 2, 3, 4 ആംഗിൾസ് ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതിന്റെ ഓരോ കോർണേഴ്സിലും എത്ര ആംഗിൾസ് ഉണ്ട്? 1, 2, 3, 4. മുകളിൽ 2 എണ്ണം, താഴെ 2 എണ്ണം. സോ നമ്പർ ഓഫ് ആംഗിൾസ് 4 ആണ്. ഇനി 6 നോക്കിക്കേ, ഓരോ കോർണറിലും എത്രയൊക്കെ ആംഗിൾസ് വീതം വരും? ട്രയാങ്കിൾ ആണ്. 1, 2, 3 ആംഗിൾസ്. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹെക്സഗൺ ആണ്. ഹെക്സഗൺ എത്ര ആംഗിൾസ് ഉണ്ട്? മുകളിൽ 2 എണ്ണം, സൈഡിൽ നടുക്ക് 2 എണ്ണം, താഴെ 2 എണ്ണം. 1, 2, 3, 4, 5, 6 ആംഗിൾസ്. ഇനി 8th ക്വസ്റ്റ്യൻ, ഒരു പാരലോഗ്രാം പോലെ ചരിഞ്ഞിരിക്കുക, റെക്ടാങ്കിൾ കുറച്ച് ചരിഞ്ഞിരിക്കുകയാണ് അല്ലേ. അതിനും 4 കോർണേഴ്സിലായിട്ട് 4 ആംഗിൾസ്. നമ്പർ ഓഫ് ആംഗിൾസ് 4 ആണ്. 9th ക്വസ്റ്റ്യൻ നോക്കി, ഓരോ കോർണേഴ്സിലും എത്ര ആംഗിൾസ് ഉണ്ടാവും? 1, 2, 3, 4 ആംഗിൾസ് ആണ്. 10th ക്വസ്റ്റ്യൻ നോക്കി, ഓരോ കോർണേഴ്സിലും എത്ര ആംഗിൾസ് ഉണ്ടാവും? മുകളിൽ കോണിൽ 1, നടുക്കായിട്ട് 2, ഇപ്പുറത്തെ നടുക്കിൽ 3, താഴത്തെ 2 എണ്ണം, 4, 5 അല്ലെ. 1, 2, 3, 4, 5 അകത്തുള്ള കോർണേഴ്സുകളെല്ലാം മൊത്തം 5. ഈ ഷേപ്സ് എല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. ഇത് ഈ വർക്ക് ഷീറ്റ് പ്രാക്ടീസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. എന്നിട്ട് വേണം മിസ്സിന്റെ ക്ലാസ്സും കൂടെ കേൾക്കുക, എന്നിട്ട് ആൻസേഴ്സ് ചെയ്യുക. എല്ലാം പെൻസിൽ വെച്ച് ചെയ്താൽ മതി. പേജ് നമ്പർ 3 മുതൽ പേജ് നമ്പർ 9 വരെയുള്ള എല്ലാവരും ഈ പ്രാക്ടീസ് ബുക്കിൽ തന്നെ ആൻസേഴ്സ് ചെയ്യുക, പെൻസിൽ വെച്ച് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് മിസ്സിന് ഹോംവർക്ക് ഇട്ട് തരിക. ഓൾ ദ വെരി ബെസ്റ്റ്.